ഇനി ഒന്ന് പയ്യെ ആക്കിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടിക്ക് ചെറുതായിട്ട്. മതി മതി. അങ്ങനെ ബ്രേക്ക് വന്ന് ആക്സിലേറ്റർ വന്ന് ബ്രേക്ക് വന്ന് ആക്സിലേറ്റർ വന്ന് ബ്രേക്ക് വന്ന് ആക്സിലേറ്റർ വന്ന് ആക്സിലേറ്റർ കൊടുത്ത് മതി. ഇപ്പൊ കണ്ട നമ്മൾ ചവിട്ടുന്നത് ഒരുപാടാ, അതിന്റെ ആവശ്യം നമുക്കില്ല. ഒരു പൊട്ടിക്ക വിരലിന് താത്തി വിരല് കൊണ്ട് പയ്യെ കൊടുത്തു വെച്ചാൽ മതി. ഓക്കെ, ബ്രേക്കിൽ വന്ന് ആക്സിലേറ്റർ വന്ന് ബ്രേക്ക് വന്ന് ആക്സിലേറ്റർ വന്ന് ആക്സിലേറ്റർ വന്ന് ബ്രേക്ക് വന്ന് ആക്സിലേറ്റർ വന്ന് ബ്രേക്ക് വന്ന് ബ്രേക്ക് വന്ന്. ഓക്കെ, ഇനി ബ്രേക്ക് ഫുൾ ഒന്ന് അമർത്തിക്ക്. അമർത്തി ഇവനെ കണ്ട ആ ഏലോട്ടൊന്ന് വലിച്ചിട്ട് കൊടുത്തേലേ ഇവർ ബ്രേക്ക് ഫുൾ അമർത്തിയിട്ട്. ഓക്കെ അല്ലേ? ഇനി ഈ വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇത് കണ്ട ഹാൻഡ് ബ്രേക്കിന്റെ സിഗ്നൽ കിടക്കുന്ന കണ്ട, ഈ റെഡ് സിഗ്നല് ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയും. ഇത് അത് ഞെക്കി താഴത്തോട്ട് റിലീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വണ്ടി എടുത്ത് എപ്പോഴും മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് നോക്കിക്കോണം, ഇതുപോലെ പാർക്കിംഗ് ബ്രേക്കോ അതാ ഹാൻഡ് ബ്രേക്കോ കിടപ്പുണ്ടോ എന്ന് നോക്കിക്കോണം. കിടപ്പില്ലേ അതൊന്ന് താത്തി കൊടുത്തേ. എന്തോ റെഡ് കളർ അതൊന്ന് താത്തി കൊടുത്തത് നേരെ ഞെക്കി താഴത്തോട്ട് വെക്കുക. ഓക്കെ, ഈ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന് നോക്കിക്കോണം. ഇതിങ്ങനെ നേരെ വലിച്ച് മേപ്പോട്ട് ഇട്ടാൽ മതി. താത്താൻ നേരം ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുക, ഇത് പ്രസ് ചെയ്യുക, നേരെ താഴത്തോട്ടാക്കുക. ഇങ്ങനെ വേണം താത്താനായിട്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചുകൊണ്ട് നേരെ ഞെക്കി താഴത്തോട്ടാക്കാൻ നോക്കല്. ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം താത്താനായിട്ട്. ഓക്കെ, ഒന്ന് താത്തി നോക്കി. ഓക്കെ, ഇനി ഈ വണ്ടി ബ്രേക്ക് എന്ന് കാര്യമായിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഗിയർ വണ്ടിയല്ലേ ഓടിച്ചിട്ടുള്ളത് മുമ്പ്. ആ വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോൾ വണ്ടി നീങ്ങത്തില്ലേ അല്ലെ? ക്ലച്ച് റിലീസ് ചെയ്യാൻ തന്നെ വണ്ടി മൂവ് ചെയ്യത്തില്ലേ? അതേപോലെ തന്നെ ഈ വണ്ടി എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യുന്ന കാല് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. ഒന്ന് ചെയ്ത് നോക്കി മതി. ഒന്ന് ബ്രേക്ക് ഔട്ടിക്ക് ഇങ്ങനെ സഡൻ ആയിട്ട് ചവിട്ടാതെ വിരലിന് പയ്യെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ട ഇത് ഒരുപാട് വേഗത്തിൽ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി എന്ത് സ്പീഡിലാണ് പോകുന്നത്, ആ ഒരു സ്പീഡ് ലിമിറ്റേ കാണത്തുള്ളൂ. ഇതിൽ നിന്ന് കാല് മാറ്റുന്നത് സഡൻ ആയിട്ട് മാറ്റുമ്പോൾ എന്ത് വരും, എടുത്ത് ചാടി പോകുന്നതാണ്. പയ്യാണ് മാറ്റുന്നതെങ്കിൽ ഒന്ന് പയ്യെ ഒന്ന് മാറ്റി നോക്കി. ഇത് പയ്യെ സ്മൂത്ത് ആയിട്ട് വരുള്ളത്തുള്ളൂ. കണ്ടാ, ഒന്ന് പെട്ടെന്ന് മാറ്റി നോക്കി. ആ ചാട്ടം കണ്ട, നമ്മൾ കാല് മാറ്റുന്നതിനെ ബേസ് ചെയ്തിരിക്കും ഇത് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ ആവശ്യത്തിന് പയ്യെ പയ്യനെ വിട്ടുകൊടുക്കുക. ഒന്ന് മുമ്പോട്ട് വിട്ടുകൊടുത്തേ, സ്മൂത്ത് ആയിട്ട് വിട്ടുകൊടുത്തേ പയ്യെ തന്നെ അങ്ങനെ. ഓക്കെ, പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട പോട്ടെ. കഴിഞ്ഞ ദിവസമായിരുന്നല്ലേ ബർത്ത്ഡേ? 32 അല്ലേ? പോട്ടെ, പയ്യെ വിട്ട് കൊടുത്തു. അങ്ങനെയാണ് ബ്രേക്ക് ഔട്ടി. ഇനി ഇങ്ങോട്ട് നമുക്ക് പോകാം. പോകുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ഇതാണ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച്. അതിനൊന്ന് വിരലിന് വെറുതെ മേപ്പോട്ട് ഇട്ടിക്ക്. അത് ലെഫ്റ്റ് താഴത്തോട്ട് ഇട്ടിക്കഴിഞ്ഞാൽ റൈറ്റ് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും. സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇവൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. ഓക്കെ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്. ഓക്കെ, ഇത് ഇങ്ങോട്ട് പയ്യെ പയ്യെ വളച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ സ്മൂത്താക്കി ഇവിടുന്ന് കയറി നിർത്തിക്ക്. ഇവിടുന്ന് ഓടി പോകുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, റോഡിലോട്ട് കയറാൻ പോവാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം, എന്ത് വണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, എടുത്ത് കയറി പോകാവുള്ളൂ. ഓക്കെ അല്ലേ? പയ്യെ സ്മൂത്ത് ആയിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുത്തേ. അങ്ങനെ നിർത്തി 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 പയ്യെ സമാധാനത്തിൽ പോയത്. വണ്ടി ഉണ്ടോ ഇല്ലെന്ന് കൺഫേം ആക്കി. അവിടെ ഉണ്ടോ, വണ്ടി ഉണ്ടോ? നിർത്തി. ഇനി ഇവിടെ നോക്കാം. ഓക്കെ, ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ടും വേണം നമുക്ക് വണ്ടീനെ എത്തിച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ അല്ലേ? പയ്യെ വിട്ടുകൊടുത്ത് കുഞ്ഞ്. ഓക്കെ, വളച്ചോ നോക്കാവുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? പേടിയുണ്ടോ? ഒരുപാടുള്ള കാര്യമാണ്. അല്ല, സിമ്പിളാ. മറ്റേ വണ്ടി കൈകാര്യം ചെയ്യുന്നതിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. വണ്ടിയുടെ വലിപ്പവും ഈ സ്റ്റിയറിംഗിന്റെ കാര്യം ഒത്തിരി ചെറിയൊരു ധാരണ ഉണ്ടായാൽ മാത്രം മതി. ആ ബ്രേക്കുന്ന കാലത്ത് തന്നെ വണ്ടി ഒന്ന് ലാഗായത് കണ്ട. എവിടെ ഒരു തടസ്സമുണ്ടോ അല്ലെങ്കിൽ ഏതൊരു ജംഗ്ഷനാണോ തിരക്കുള്ള സ്ഥലങ്ങളാണോ ഇവിടെയൊക്കെ നമ്മുടെ കാല് എവിടെ ഇരുന്നാൽ മതി, വെറുതെ ഒന്ന് ബ്രേക്കിൽ കാല് വെച്ചാൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചവിട്ടി കൊടുക്കാം. ഓക്കെ, നമുക്ക് നേരെ തന്നെ പോകാൻ വേണ്ടിയാ. അപ്പൊ നേരെ ചെല്ലുന്നതുണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ട് കണ്ട, അവരൊക്കെ ട്രെയിൻ എടുക്കുന്നുണ്ടാ, അതൊരു ജംഗ്ഷനാ. അപ്പൊ നമ്മളവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, വണ്ടി ഉണ്ടോ ഇല്ലയെന്ന് ഇവിടുന്ന് നോക്കിക്കണം. വണ്ടി ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ആക്കണം കേട്ടോ. വണ്ടി ഉണ്ടോ ഇല്ലല്ലോ, ഇനി നമുക്ക് പോകാമല്ലോ. ഓക്കെ, എടുത്തു. ഇനിയല്ല, ആ സൈഡിലോട്ട് നമ്മൾ പോകുന്നത്. ഇത് ഇവിടെ നോക്കിയേ, ഈ എൻഡ് നോക്കിയേ, എടുത്ത് ദൂരത്തോട്ട് നോക്കിയേ, സ്പേസ് ഇല്ലേ? റോഡിൽ വണ്ടി എവിടാന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പോട്ടെ, ഇത്തിരി കൂടെ പോട്ടെ.
അതൊന്നും പേടിക്കണ്ട. പോടാ, കുറേശ്ശെ സ്പീഡ് കൊടുത്തു. ഈ ചേച്ചീനെ മാത്രം നോക്കി വെച്ചാൽ മതി. വേറെ തട്ടായിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതിനുശേഷം പിന്നെ റീച്ച് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വരും. അത് അത്രേ ഉള്ളൂ. കൊള്ളാം. ഇനി അങ്ങോട്ട് പയ്യെ വെച്ചു. ധൈര്യമായിട്ട് വെച്ചു. ഞാനില്ലേ, ആ പയ്യനൊക്കെ മാറി തന്നോളൂ. ഇങ്ങോട്ട് പോവാ. അവൻ്റെ അടുത്ത് നേരെ പോകാതെ ഇങ്ങോട്ട് വരാൻ നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ആ നിൽക്കുന്ന ആൾക്കാരെ നോക്കുക, അവർ തട്ടരുത്. അതിനെന്ത് ഇങ്ങോട്ട് മാറ്റി കൊടുത്ത് ഇത്തിരി ഇങ്ങോട്ട് മതിയാവും. ഓക്കെ, കൊള്ളാം. ഇതത്രേ ഉള്ളൂ. അതിനുശേഷം അത് ഇങ്ങനെ അങ്ങ് പോയച്ചാൽ മതി, മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പോൾ പോണ കറക്റ്റ് പോക്ക്. ആ സ്റ്റിയറിംഗ് അപ്പോൾ എന്ത് ചെയ്യണം, നേരെ വന്നെന്ന് കണ്ടാൽ പിന്നെ സ്റ്റിയറിംഗ് എപ്പോഴും നേരെ തന്നെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, പോടെ. അതിന് സ്പീഡ് കൊടുത്ത് റൈറ്റിലോട്ട് വണ്ടി പോകരുതേ. ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തില്ല. അവൻ ധൃതിയുള്ളവനാണോ? അവൻ ധൃതിയായിട്ട് അവൻ കയറി പോകുന്നില്ല. അതിന് വേണ്ടി കേരള കയറി വരുന്നുണ്ട്. പോടെ, സ്പീഡ് കൊടുത്തു. ചേട്ടനെ കണ്ട, പുള്ളിനെ ശ്രദ്ധിക്കുക. മതി, അത്രയും മതി. ഇനി അന്വേഷിച്ച് എന്താ റീച്ച് ചെയ്ത് നമ്മുടെ സൈഡിലോട്ട് തന്നെ തിരിച്ചു വരിക. അങ്ങനെ തന്നെ. ഓക്കെ, കൊള്ളാം. അത് തന്നെ. ആ വണ്ടി കയറി പോക്കോട്ടെ. ഒന്ന് ആക്സിലേറ്റർ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ജോജി നീയാന്ന് കണ്ടിട്ടില്ല. ജോജിയുടെ ആയിരുന്നു ആ ഫോണിന് മുകളിൽ. പേടിക്കണ്ട. ഈ ചേട്ടനെ ഫോക്കസ് ചെയ്യുക. ആ വണ്ടിക്കാരൻ നമുക്ക് വേണ്ടി ഒതുക്കി തരും. കണ്ട, ഇനി ഇങ്ങോട്ട് വന്നേ. ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് പോവാ. ഇത്രേ ഉള്ളു കാര്യം. കണ്ട, ഇനി നേരെ ആ പുള്ളിക്കാരനെ തന്നെ നോക്കിയിരിക്കല്ലേ. ആ വരുന്ന വണ്ടി വരുമ്പോൾ അയാളെ തന്നെ നോക്കിയിരിക്കല്ലേ. ഓട്ടോമാറ്റിക് നമ്മുടെ വണ്ടി അങ്ങോട്ടേ പോകത്തുള്ളൂ. നമുക്ക് പോകാനുള്ള സ്പേസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഓഫ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ വണ്ടി കയറി പോകുമോ. കയറി പോകാൻ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്പേസ് അവിടെ കിട്ടുമോ അത് എടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, റെഡിയാക്കി തരാം. ഒന്ന് സ്ലോ ചെയ്തേ. ബ്രേക്ക് കാല് വന്ന്. ഓക്കെ, കൊള്ളാം. ഇപ്പൊ നോക്കി, അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, ഇവിടുന്ന് സൈക്കിളുകാരനും പോകുന്നുണ്ട്. നോക്കി കയറി പോകാനുള്ള സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ അല്ല. അപ്പൊ സ്ലോ ചെയ്ത് പോവുക. എതിരെ വരുന്ന വണ്ടി കണ്ട, അത് മാറിയതിനു ശേഷം നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത വണ്ടി സ്പീഡ് കുറച്ചപ്പോ ഇനിയും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഫ്രണ്ടേ പോകുന്ന വണ്ടിയായിട്ട് എപ്പോഴും. ഓക്കെ, ഇനി ബ്രേക്ക് ലൂസായി കൊടുക്കുക. ഇങ്ങോട്ട് അകൽച്ച എടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, പുള്ളിനെ കയറി പോകണ്ടേ, അതിനുള്ള സ്പേസ് എടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, എടുത്തല്ലോ. ഇനി പയ്യെ സ്കേറ്റ് വെച്ച് മതി. ഇനി അങ്ങോട്ട് പോകരുത് ഒരുപാട്. കൊടുത്തു, കാല് കൊടുത്തേ. അങ്ങനെ തന്നെ പോടെ. പുള്ളിനെ പാസ് ചെയ്തെന്ന് കഴിയുമ്പോൾ ഇനി ഇങ്ങോട്ട് വരിക. ഓക്കെ, കൊള്ളാം. നമുക്കിത് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകാനാണ്. അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വേണം ആദ്യം ഇടാനായിട്ട്. ഓക്കെ, അങ്ങനെ തന്നെ പോട്ടെ. കാലിനി ഇരിക്കേണ്ടത് ബ്രേക്കിലായിരിക്കണം. ഓക്കെ, ബ്രേക്കിന് വെളി വന്നില്ലേ, ഒന്ന് ആവശ്യത്തിന് കുറച്ച്. അതിനുശേഷം നേരെ ഇങ്ങോട്ട് വളക്കാൻ വേണ്ടിയാ. വളച്ചു, ബ്രേക്ക് കാല് വെച്ച് ചവിട്ടി കുറച്ച്. ഇനി ഇങ്ങോട്ടല്ലേ പോകണ്ട, ഇവിടെ നമുക്ക് സ്ഥലമില്ലേ, ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പം അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഓക്കെ, മതി. ബ്രേക്ക് ചവിട്ടി കുറച്ച്. ആ ചേട്ടനെ നോക്കി. ഓക്കെ, അങ്ങനെ തന്നെ. ഇനി ഇങ്ങോട്ട് വരിക. പേടി മാറിയില്ല, കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ സുഖം ഓടിക്കാൻ. സൈഡ് റീച്ച് ചെയ്ത് വന്നേ. അങ്ങനെ തന്നെ, അത് തന്നെ സ്ലോ ചെയ്ത്. ഓക്കെ, ഇത്തിരി കൂടെ കുറച്ചും കൂടി ലെവലാകാനുണ്ട്. ഓക്കെ, ബ്രേക്ക് ഓട്ടിക്ക് കുഞ്ഞ്. ഓക്കെ, ഒന്ന് ന്യൂട്രലാക്കി. ബ്രേക്ക് ഓട്ടിക്കൊണ്ട് ഇനി ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഞെക്കരുത്. താത്താൻ വേണ്ടി മാത്രമേ അത് ഞെക്കത്തുള്ളൂ കേട്ടോ. താത്തി കൊടുത്തേ. ഒറ്റ വലിയ വലിച്ച്. ഇനിയും വലിയേട്ടാ. ഒറ്റ വഴി മാക്സിമം വലിച്ചു വെച്ചോണം. ഇതുവഴി സൗണ്ട് കേൾക്കണം ഇടുമ്പോ കേട്ടാ. ഇനി ബ്രേക്ക് ചെയ്യുന്ന കാര്യം മാറ്റിക്ക്. ഈ മിററിൽ കൂടി ഇല്ലേ, ആ റോഡിലോട്ട് നോക്കി. റോഡ് കാണാം. റോഡിന്റെ താഴെ കാണുന്നുണ്ടോ? ആ ലൈൻ കാണുന്നുണ്ടോ?
ആ വെള്ള ലൈൻ കൊണ്ട് എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട്? അത്രേ ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റോഡുമായിട്ട് കിടക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ എപ്പോഴും ഇവിടെ നോക്കരുത്, ഈ ഏരിയ നോക്കരുത്. നമ്മൾ നോക്കണ്ട എപ്പോഴും അങ്ങ് നിൽക്കുന്ന ആൾക്കാരെ കണ്ട അത്രയും സ്ഥലം നമ്മൾ നോക്കി വെച്ചേക്കുക. ഇവിടെ നോക്കുമ്പോ എന്താ നമ്മുടെ വണ്ടി റോഡ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ നേരം ഈ റോഡ് കാണാൻ പോലും പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നോക്കാൻ നേരം എന്തുണ്ട്, റോഡിന്റെ ഇപ്പുറമാണ് നമ്മുടെ വണ്ടി ഇപ്പോഴും നിൽക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ നോക്കി അറിയാൻ പറ്റുമോ? ഇല്ല. ഈ നോട്ടം തന്നെ ആ സ്കൂട്ടറുകാരന്റെ നേരെ എടുത്ത് നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്ന സ്കൂട്ടറുകാരനെ കണ്ട നോക്കി, ഇവിടെ നോക്കുന്ന നോട്ടമാണ്, അവിടെ നോക്കുന്ന നോട്ടം നോക്കിയാൽ റോഡിന് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നില്ലേ? മനസ്സിലായി? അപ്പൊ ഇവിടെ നോക്കുന്നതാണ് നമ്മുടെ കുഴപ്പം. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നോക്കുന്നതാണ് കുഴപ്പം. ഈ ഡാഷ് ബോർഡിന് തൊട്ട് പറ്റുന്ന ഏരിയകൾ നോക്കുന്നതാണ് കുഴപ്പം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ലോങ് സൈറ്റ് എടുത്ത് വെക്കാവുള്ളൂ. ഇപ്പൊ ഞാൻ പറയും ഇതേറെ അങ്ങേറ്റം ആൾക്കാർ നിൽക്കുന്നുണ്ട, അവരെ നോക്കി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് അറിയാവാം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ഐഡിയ കിട്ടത്തില്ല എന്താണ് എത്രത്തോളം ചേർന്നാണ് പോകുന്നത്. അപ്പൊ ഇവിടെ മാത്രം നോക്കി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ എന്ത് ചെയ്യണമെന്ന് ബ്രെയിൻ ഇൻഫർമേഷൻ തരാനായിട്ട് പറ്റത്തില്ല. അത്രയും സഡൻ ആയിട്ട് ഇൻഫർമേഷൻ തരാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇവിടുന്ന് ദൂരത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നിൽക്കുന്ന പുള്ളിയെ കാണാം, അവിടെ നിൽക്കുന്ന ആൾക്കാരെ കാണാം, എല്ലാവരും നേരത്തെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കണ്ണ് വിഷ്വൽസ് എടുത്ത് ബ്രെയിന് കൊടുക്കുന്നുണ്ട് നേരത്തെ തന്നെ. അപ്പൊ ഈ ഇത്രയും ദൂരത്ത് എവിടെയൊക്കെ തടസ്സമുണ്ടോ അതെല്ലാം നമ്മുടെ ബ്രെയിനിൽ കീറി കഴിഞ്ഞു. അപ്പൊ നേരത്തെ ഇൻഫർമേഷൻ തരും, എന്ത് അവിടെ ഒരു തടസ്സമുണ്ട്, അതിനെ ഒഴിവാക്കണമെന്ന്. സഡൻ ആയിട്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ എവിടെ നോക്കാവുള്ളൂ, ദൂരത്തോട്ടേ നോക്കാവുള്ളൂ. ഈ ദൂരത്തെ കാഴ്ച എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്രത്തോളം ചേർക്കാനുണ്ടെന്നുള്ള ഐഡിയ കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ചേരുവോ, ഇവിടെ ഇപ്പുറം എന്തുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നോക്കിക്കേ, ആ സ്കൂട്ടറുകാരനെ നോക്കിക്കേ, അപ്പൊ നോക്കിയേ ഡിസ്റ്റൻസ് കിടക്കുന്നുണ്ട്, ആ പുള്ളിക്കാരൻ നിൽക്കുന്നത് അതേ ലെവലിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. അത്രത്തോളം ഡിസ്റ്റൻസ് കിടപ്പുണ്ടെന്ന് നമുക്ക് നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കണം ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് പോകേണ്ടത്. കുറച്ച് ഓടിച്ചു കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ഉണ്ടോ അവിടെയൊക്കെ നേരത്തെ അത് കണക്കൂട്ടി വെച്ചോണം. സൈഡ് അറിയത്തില്ല ഇനി പറയരുത് കേട്ടോ. കാരണം എന്താണ്, ഓട്ടോ ഈ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വണ്ടി ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗ് കറക്റ്റ് ചെയ്തില്ല, ചെയ്തില്ല. അങ്ങനെ അങ്ങ് പോയിച്ചാ മതി. ഓക്കെ, ഇനി കണ്ട ദൂരത്തോടെ കാഴ്ച പയ്യെ ബ്രേക്ക് വരിക, അവൻ പോയി. കണ്ട തടസ്സങ്ങൾ വരുമ്പോ എപ്പോഴും എന്ത് ചെയ്തോണം, ഇതുപോലെ ബ്രേക്കിലൊന്ന് പയ്യെ കാല് വന്നേച്ചാ മതി. എതിരെ വരുന്ന വണ്ടീനെ നോക്കുക, അത് നമുക്ക് പോകാനുള്ള സ്പേസ് നോക്കുക. നമ്മൾ ഇതിനകത്ത് ഇരുന്ന് നോക്കുന്നതിനൊക്കെ മാത്രം വലിയ വലിപ്പമൊന്നുമില്ല വണ്ടിക്ക്, നമ്മുടെ തോന്നല. കുറച്ച് ഈ ഇടുങ്ങിയ വഴി കൂടെ കയറി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര ഉള്ളതെന്ന്. കണ്ട അവിടെ ഒരു ജംഗ്ഷനാണ്, നമ്മുടെ കാല് വെറുതെ വെക്കുക. ഒരു ഹോൺ അടിച്ച് നടക്ക് ഞെക്കിയാൽ മതി. ആ എൻഡ് ഞെക്കിക്കെങ്കിൽ ആ മൂലയിലോട്ട് ഞെക്ക് കണ്ട. ഓക്കെ, ബ്രേക്ക് പയ്യെ കാല് വന്ന് സ്പീഡ് കുറച്ച്. ഓക്കെ, ആ ചേട്ടനെ നോക്കുക, ഇനി മാറ്റിക്കൊടുക്കുക. ഇത്തിയും കൂടെ മാറാനുണ്ട്, ശകലം കൂടെ, അത്രേ ഉള്ളൂ. കണ്ട, ഇനി നേരെ വെച്ച് ആ ചേട്ടനെ നോക്കുക. ഇനി ഇങ്ങോട്ട് വന്നേ പയ്യെ ഇതിലോട്ട് റീച്ച് ചെയ്ത് വരിക. ഓക്കെ, കൊള്ളാം. എപ്പോൾ ലെവലായി ഓക്കെ ആവുന്നു അപ്പം മാത്രം എന്ത് ചെയ്താൽ മതി, ആക്സിലേറ്റർ കൊടുത്തു വെച്ചാൽ മതി കേട്ടോ. ഒരു പുള്ളി കയ്യും കെട്ടി നിൽക്കുന്നത് കണ്ടോ? ആ ഓക്കെ, പോക്കോട്ടോ. ഈ സൈഡ് കണ്ട സ്ഥലമുണ്ട്, കണ്ടോ? ഇങ്ങോട്ട് നോക്കിയാൽ കണ്ട സ്പേസ് കിടക്കുന്ന വെള്ള ലൈൻ കിടക്കുന്ന കണ്ട. ആൾക്കാർ തടസ്സം നിൽക്കുമ്പോൾ ഓടി മാറി പോകാതെ അവിടെ നിർത്തി തിരിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തു പോകാവുള്ളൂ കേട്ടോ. നമ്മുടെ അടുത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, വണ്ടിയുടെ തൊട്ടടുത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വണ്ടീനെ മൂവ് ചെയ്യാൻ അനുവദിക്കാവുള്ളേ. ഇനി നോക്കിയതേ, ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകാനാണ്, ലെഫ്റ്റിൻ്റെ ആ സൈക്കിളുകാരൻ ചേട്ടനെ നോക്കിക്കോണം. എന്നിട്ട് ഈ റോഡ് നോക്കുക, ഇവിടുത്തെ സ്പേസ് എടുക്കുക, ഇങ്ങോട്ട് മാക്സിമം ചേർക്കുക. മാക്സിമം അവിടെ നോക്കുക, അത് ഇവിടെ നോക്കി കണ്ട ഇവിടെ സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് അടുപ്പിച്ച് കൊണ്ടുവന്നോണം കേട്ടോ. ആ ഓക്കെ, അങ്ങനെ തന്നെ. അങ്ങനെ ചേർക്കാഞ്ഞുകൊണ്ടാണ് ആ 2 വീലറുകാരൻ കയറിപ്പോയത്. മനസ്സിലായി? ഗ്യാപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പുറത്ത് റൈറ്റിൽ കൂടെ കയറി പോത്തുള്ളായിരുന്നു. ഇനി സൈക്കിളുകാരൻ ചേട്ടനെ തന്നെ നോക്കുക. ഒഴിവായെന്ന് കണ്ടു കഴിയുമ്പോൾ
പയ്യെ പയ്യെ എടുത്തെടുത്ത് പോകാൻ നോക്കുക. മതി, ഒഴിവായല്ലോ, ഇനി ഒഴിവാകേണ്ട കാര്യമില്ല. കൊടുത്ത് സ്പീഡ് കൊടുത്ത് ധൈര്യമായിട്ട് കൊടുക്ക്. ഓക്കെ, ആ ഓക്കെ, അങ്ങനെ തന്നെ കൊള്ളാം. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? കലിപ്പില്ല. ആ, നമുക്ക് ആ വാക്കല്ല വേണ്ടത്, ഏറി കയറാനായിട്ട്. കലിപ്പില്ലാത്ത. കണ്ട് പേടിക്കണ്ട കേട്ടോ. പേടിയൊന്നുമില്ല. ഉണ്ടോ? സ്ലോ ചെയ്തോ. തടസ്സം വരുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, ഇത്തിരി മാറ്റി കൊടുക്കുക. അത് നേരത്തെ നമ്മൾ കണ്ടതാണ് ആ വരുന്നത് തടസ്സം. നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചിരുന്ന് നമ്മൾ ആ ട്രാക്കിൽ തന്നെ നിന്നേനെ. നമ്മൾ ഓടി കയറാനായിട്ട് നോക്കിയിട്ട് വെട്ടിക്ക് മാറ്റി കൊടുത്ത്, അതാ സംഭവിച്ചത് ഇവിടെ. ആ കാറുകാരനെ നോക്കാം, അതാ ഈ ഓട്ടോക്കാരനെ ശ്രദ്ധിച്ചു, അവനെടുത്ത് കണ്ട. ഓക്കെ, ഇനി അവൻ്റെ പുറകെ പിടി. ഇല്ല, അവൻ നിർത്തുക. ആ, പോക്കോട്ടെ. ഇനി സ്പീഡ് കൊടുത്ത് ധൈര്യമായിട്ട് കൊടുത്ത് സ്പീഡ്. എന്നിട്ട് ഈ വെള്ള ലൈൻ കീപ്പ് ചെയ്ത് പയ്യെ പയ്യെ അങ്ങനെ തന്നെ. ആ, ഇതായിരിക്കണം എപ്പോഴും ലെവൽ ചെയ്ത് നമ്മൾ പോകേണ്ടത് കേട്ടോ. പിന്നെ ദൂരത്തോട്ട് തന്നെ ഇപ്പം പോണ പോക്ക് കൊള്ളാം, നല്ല കറക്റ്റ് ട്രാക്ക് പിടിച്ചാൽ പോണത്. ഇങ്ങനെ അങ്ങ് പോയച്ചാൽ മതി. ലെഫ്റ്റ് അകൽച്ച വരുന്നതനുസരിച്ച് അടുപ്പിച്ച് കൊടുത്തോണം. ആ, അങ്ങനെ തന്നെ കുറച്ച് അടുപ്പിച്ച് കൊടുത്തോണം. അവിടെ കുറെ ഓട്ടക്കാരൊക്കെ നിൽക്കുന്ന നമ്മൾ ഇപ്പോഴേ കാണുന്നില്ലേ? മതി, നേരത്തെ ഒരുപാട് വെച്ച് അകലിച്ചെടുക്കണ്ട, നോക്കിയാൽ മതി ചെല്ലുന്നതനുസരിച്ച്. ഇത്രേ ഉള്ളു, കണ്ടോ? ഇനി നമ്മൾ അകന്നു പോകരുത്, കാരണം അവർ തട്ടത്തിലൊന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അകലിച്ചെടുക്കാൻ നോക്കരുത്. അപ്പൊ റോങ് സൈഡിലോട്ട് പോകും വേണ്ടി. കയറ്റി എടുത്താൽ അത്രേ ഉള്ളു, മതി. നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു കാഴ്ചയില്ല, നമുക്ക് കയറി പോകാൻ ലെഫ്റ്റിൽ നിന്ന് പറ്റില്ല, അവിടെ നിർത്തി കൊടുക്കണം. ഒന്ന് വേഗത കുറച്ച്, എന്നിട്ട് പയ്യെ വിട്ടു കൊടുക്കുക, അങ്ങോട്ട് മാറ്റി എടുക്കുക. ആ ഓട്ടോക്കാരനെ നോക്കണം, ജസ്റ്റ് ഒന്ന് മതിയാവും, അത്ര മതി. ഇത്രേ ഉള്ളു, പേടിക്കണ്ട. കണ്ട, പിന്നെ വേഗത കുറച്ച് കൊടുത്താൽ മതി മക്കളെ. നമുക്ക് സ്പീഡ് കൂടുന്നതനുസരിച്ചില്ലേ നമുക്ക് ഇവിടെ എടുക്കേണ്ട അകൽച്ച എന്താന്ന് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ കണ്ണിന് വിഷ്വൽസ് എടുക്കണ്ടേ, അത്രയും സ്പീഡിൽ പോയി കിട്ടത്തില്ല. അപ്പൊ വേഗത കുറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് കിട്ടും? ഐഡിയ കിട്ടും, ഒതുങ്ങി മാറിപ്പോകാനുള്ള ഐഡിയ കിട്ടും കേട്ടോ. അതൊരു ജംഗ്ഷനാ അല്ലേ? നമുക്ക് ആ ജംഗ്ഷനിൽ നേരെ തന്നെ പോവാം. അവിടെ നിർത്തി നോക്കിയിട്ടേ പോവാളേ. വണ്ടി നിർത്തി പയ്യെ സ്ലോ ചെയ്ത്, കണ്ട വണ്ടി വരുന്നത് കണ്ട, കുറച്ച് ബ്രേക്ക് ലൂസായി കൊടുത്തു തന്നിട്ട് ബ്രേക്കിൽ തന്നെ ഇരുന്ന്. ഓക്കെ, ഇനി പയ്യെ കുറച്ച് കയറ്റി വെച്ച് അങ്ങനെ തന്നെ പോട്ടെ. നേരെ നോക്ക് കൂട്ടാ, ഇനി നേരെ നോക്ക്. കണ്ട വണ്ടി വന്ന കണ്ട, നിർത്തി കൊടുക്കുക, അവൻ പോട്ടെ. ഇനി വിട്ടു കൊടുത്തു. അവിടെ തന്നെ നോക്കിയിരിക്കരുത്, നമുക്ക് അവിടെ ഒരു നോട്ടം മതി, വണ്ടി ഉണ്ടോ ഇല്ലയോ അത്ര അറിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് തന്നെ നോക്കിയിരിക്കാൻ പാടില്ല. ആ, ജസ്റ്റ് ഒന്ന് മേപ്പോട്ട് കട്ടിയാൽ മതി. ഇപ്പൊ ഇന്റർവെല്ലാണ് കിടക്കുന്നത്, അതാണ് ഒരടി അടിച്ചിട്ട് അവനോടെ നിന്നത്. പിന്നെ അടുത്തടുത്ത് വർക്ക് ചെയ്യുന്നതാണ്ട, ആ പിള്ളേർ നടന്നു പോകുന്നതാണ്ട. അവന്മാരെ ഫോക്കസ് ചെയ്തോണം, അവരെ മുട്ടാതെ പോക്കോണം. അത്രേ ഉള്ളൂ. അതിനുശേഷം റീച്ച് ചെയ്ത് അപ്പൊ തന്നെ ഇങ്ങോട്ട് വരിക. ഒരു ചേട്ടൻ പോകുന്നുണ്ട്, പുള്ളിനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഓട്ടോക്കാരനുണ്ട്, അത് കഴിഞ്ഞല്ലോ. ഇനി പോട്ടെ, ഇനി നമ്മുടെ സൈഡിലോട്ട് റീച്ച് ചെയ്ത് വന്നോണം കേട്ടോ. പയ്യെ ഈ പുള്ളിക്ക് ലെഫ്റ്റിലോട്ട് കയറി പോകുന്നത് എന്തുകൊണ്ടാ? നമ്മൾ അവർക്ക് പോകാനുള്ള സ്പേസ് ഇട്ട് കൊടുത്തിട്ടാണ് അവരൊക്കെ അങ്ങോട്ട് കയറി വരുന്നത്. മനസ്സിലായ? കാരണം നമ്മൾ നടുക്കിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള സ്ഥലം കാണത്തില്ല. പിന്നെ അവർ നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ റോങ് സൈഡ് കയറേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലായ? പിന്നെ അവർ നമ്മൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? റോങ് സൈഡ് കയറേണ്ടി വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? എവിടെയാണോ സ്പേസ് ഉള്ള സ്പേസ് കയറി എടുത്ത് പോകാനായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? മാക്സിമം ഈ പോണ പോക്ക് കറക്റ്റ് അങ്ങ് കീപ്പ് ചെയ്ത് പോവുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മിറർ നോക്കിയാൽ കാണാം. ഇവിടെ ഇങ്ങോട്ട് നോക്കി ഒരു നോട്ടം നോക്കിയാൽ കണ്ട, അത്രേ ഉള്ളൂ. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് മനസ്സിലായ? ഇനി ഓടിച്ച് വരുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഇനി അവരുണ്ട്, അവർ വരുന്നതണ്ട, അവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതനുസരിച്ച് വേഗതയൊക്കെ കൺട്രോൾ ചെയ്തൊരു ജംഗ്ഷനാണ് നോക്കി
ലൂസാക്കി പയ്യെ വിട്ടു കൊടുക്കുക. ബ്രേക്കിൽ തന്നെ വെക്കുക. വണ്ടി അങ്ങനെ പൊക്കോളും. ആ ടൂ വീലറുകാരൻ പോയി, വണ്ടി ഒന്നുമില്ല. ഓക്കെ, പയ്യെ വിട്ടു കൊടുക്കുക. ഇങ്ങനെ സൈക്കിളുകാരനെ നോക്കുക. ഓക്കെ, കൊള്ളാം. അപ്പം അവനൊക്കെ ചാടാൻ നിൽക്കുമോ? ജസ്റ്റ് എപ്പോഴും ഒരു ഫോൺ അടിച്ചേക്കണം കേട്ടോ, ഒരു ഇൻഫർമേഷൻ കൊടുക്കാനോ ഞാൻ വരുന്നുണ്ട് എന്നുള്ളൂ. എന്തോ നിൽക്കില്ല, ഒന്ന് അറിയിച്ചേക്കണം ഞാൻ വരുന്നുണ്ട് എന്ന്, ഒന്ന് അറിയിച്ചു കൊടുത്തേക്കണം. വണ്ടി ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ പോകാമല്ലോ. ഇനി അടുത്ത ജംഗ്ഷൻ നോക്കുക, വണ്ടി ഉണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് നോക്കുക, എന്നിട്ട് എടുക്കുക. ആ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് അവിടെ ഇടണോ? അതിന്റെ ഫ്രണ്ടിലായിട്ട് ലെഫ്റ്റ് സൈഡ് എനിക്ക് ഒതുക്കി ഒന്ന് വണ്ടി ലെവലാക്കി നിർത്തി തന്നെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പയ്യെ ലെവലാക്കി എനിക്ക് അവിടെ നിർത്തി തരണം. ഇങ്ങോട്ട് മാക്സിമം ചേർത്ത് വേരിയേഷൻ വരുത്ത് കുറച്ച് കൊണ്ടുവന്ന് ലെവലായിരിക്കണം വണ്ടി. നിൽക്കട്ടെ, ഇനി ഓടിപ്പോവല്ലേ? എന്ത് പറ്റും? നോക്കി വണ്ടി എടുത്തോണ്ട് പോകണ്ടേ? ഇനിയും കയറ്റി നിർത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്യാപ്പ് ഉണ്ടാകത്തില്ല. നമുക്ക് എടുത്തോണ്ട് പോകാന്നുള്ള രീതിയിൽ എപ്പോഴും എന്ത് ചെയ്യാവുള്ളൂ? നിർത്താവുള്ളൂ. എപ്പോഴും ഈ ഫ്രണ്ട് മാത്രമല്ല, ബാക്കും വളഞ്ഞു കിടക്കണം, നേരെ ലെവലിൽ തന്നെ കിടക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ബെൻഡ് ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നേരെ ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ ബാക്ക് എന്തായിരിക്കും? റോഡിൽ ചരിഞ്ഞായിരിക്കും കിടക്കുന്നത് കേട്ടോ. എപ്പോൾ കൊണ്ട് നിർത്തുമ്പോഴും വേഗത കുറച്ച് കൊണ്ടുപോകും. നമുക്ക് അതിനുള്ള സ്പീഡ്, അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ആ ബുള്ളറ്റിന്റെ അപ്പുറം നിർത്തണം. അപ്പോൾ അതനുസരിച്ചുള്ള വേഗത കുറച്ച് കൊണ്ടുവന്ന് ഇതിനെ ലെവലാക്കി കൊണ്ടിടാവുള്ളൂ. ഫ്രണ്ട് മാത്രമല്ല, ബാക്ക് ഉൾപ്പെടെ ലെവലാക്കിക്കോണം. ഇങ്ങോട്ട് ഫ്രണ്ട് അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം റൈറ്റ് തിരിച്ച് ബാക്കും കൂടെ അവനെ എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് ലെവലാക്കിയിട്ട് നേരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. ഓക്കെ, റൈറ്റിൻ്റെ കേട്ടോ. എപ്പോൾ എടുക്കുമ്പോഴും മിറർ ശ്രദ്ധിക്കുക. വണ്ടി ഉണ്ടോ? ഉണ്ട്. ഇനി ആ വണ്ടി ഇല്ലെന്ന് കാണുമ്പോൾ എടുക്കണം. എടുക്കുന്നതിന് മുമ്പ് ഇത് കണ്ടതേ, ഫ്രണ്ടിൽ തടസ്സങ്ങളുണ്ട്. നമ്മൾ ഓടിപ്പോയി തിരിച്ചാൽ എന്ത് പറ്റും? ഇടിക്കും. അപ്പോൾ ഇടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കണം ചെയ്യേണ്ടത്? റിവേഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻ എന്താ? റിവേഴ്സ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു. റിവേഴ്സ് എടുക്കാതെ നമുക്ക് ഇതിന് മുമ്പോട്ട് എടുത്തോണ്ട് തന്നെ പോകണം. തിരിച്ച് അത്രേ ഉള്ളൂ. അപ്പൊ ആവശ്യത്തിനുള്ള ബെൻഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? മുമ്പിലോട്ട് പോകാവുള്ളൂ. ഓടിച്ചെന്ന് മാറ്റാൻ വേണ്ടി നോക്കരുത്. റണ്ണിങ്ങിന് തിരിച്ച് മാറ്റാൻ നോക്കാതെ എന്ത് ചെയ്യുക? ചെറിയ ബെൻഡ്, ഒരുപാടൊന്നും തിരിക്കണ്ട, അവനെ തട്ടാതിരുന്ന് വെച്ചാൽ മതി. അതിനുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണാം. ആ പോസ്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ ഇപ്പോഴേ പറ്റുന്നുണ്ട്. അപ്പം അതിനെ തട്ടാതിരിക്കാൻ നമുക്ക് എന്തോരം തിരിച്ചു വെക്കണം എന്നൊരു ഐഡിയ ആർക്ക് വേണം? നമുക്ക് വേണം. കാരണം എല്ലാ വളവിലും നമ്മൾ ഒരുപോലെയാണോ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നത്? അല്ല. റോഡിന്റെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ആ റോഡിന്റെ വലിപ്പം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോസ്റ്റ് കണ്ട, ആ പോസിറ്റീവായിട്ടുള്ള അകലെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്? സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കേണ്ടത്. സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം, ശകലം ചെറിയ ബെൻഡ് കൊടുക്കുക. ഇവൻ ഈ ഫ്രണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ അടുത്ത് അടുത്തോട്ടാണ് പോകുന്നത്, നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ തിരിച്ചാൽ മതി. ഓക്കെ, ഒരു ചെറിയ ബെൻഡ് കൊടുത്ത്. ഓക്കെ, ഇനി മിറർ നോക്കിയ പയ്യെ, ഇനി പയ്യെ വിട്ടു കൊടുത്ത്. ഓക്കെ, വണ്ടി പോയിട്ട് മതി, ധൃതിയില്ല. എടുത്തു മതി, പയ്യെ വിട്ടു കൊടുത്ത്. കണ്ടോ മാറി വരുന്നുണ്ടോ? ഓക്കെ, മതി. ഇനി നേരെ വെച്ചു. അഥവാ ഇത്തിരി സ്പീഡിലാണ് നമ്മൾ എടുത്ത് മാറിയത് കേട്ടോ. അത്രയും സ്പീഡിന്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെ ഇപ്പൊ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴും എവിടെ നിർത്തിയിട്ട് എടുത്ത് പോകുമ്പോഴും പയ്യെ കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? റോഡിലോട്ട് കയറിയെന്ന് കണ്ടു കഴിയുമ്പം നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പിന്നെ പോകണം. ഓക്കെ, കറക്റ്റാ. നോക്കിയേ, ഇനി നോക്കിയേ വണ്ടി എങ്ങോട്ടാ മാറി പോകുന്നതെന്ന്. ആ, അപ്പൊ മാറുന്നതനുസരിച്ച് ലെവലാക്കിക്കോണം. നേരെ തന്നെ നോക്കി അവരുടെ ഒരു കാര്യം നോക്കി പോകത്തുള്ളൂ. നമ്മൾ ഒരു ഓൺ പോലും പിടിച്ച ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല, നമ്മളവരെ കണ്ടുപിടിക്കുന്ന വെറുതെ പോട്ടെ. കണ്ടതേ, ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ചു വേണം. അങ്ങനെ തന്നെ ഇവൻ മാറി വരും. കാരണം എപ്പോഴും റോഡ് ഒരുപോലല്ല, നിങ്ങളുടെ സ്ട്രേറ്റ് അല്ല കിടക്കുന്നത്. അതിന് വേരിയേഷൻ ഉണ്ടാവും. നമ്മുടെ ടയറിന്റെ തേയ്മാനത്തിന് വേരിയേഷൻ ഉണ്ടാവും. വണ്ടിയുടെ അലൈൻമെന്റിന് വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ചൊക്കെ വണ്ടി എന്ത് ചെയ്യാം? മാറി പോകാൻ ചാൻസ് ഉണ്ട്. അതിനെ മാനേജ് ചെയ്യുക, അതിനെ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഈ ലെഫ്റ്റിൽ കിടക്കുന്ന വണ്ടി നോക്കിക്കോണം. മതി, അത്രയും മതി. അകന്ന് മാറി കണ്ട.
ഹോൺ അടിച്ചോട്ടെ, നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തിട്ടായി. ഇല്ലെങ്കിൽ സ്ഥലം എപ്പോ വരുന്നോ അവര് കയറി പോയിക്കോളും. മനസ്സിലായ? ചിലവരെ നേച്ചറാണ് ഹോൺ അടിച്ച് നമ്മളെ ശല്യപ്പെടുത്തുക എന്നുള്ളത്. ബൈക്കാരനെ നോക്കണേ. ഓക്കെ, പോക്കോട്ടെ, തടസ്സമൊന്നുമില്ല നമുക്ക്. അങ്ങനെ തന്നെ പോകും. അത് ഇപ്പം ഫ്രണ്ടിൽ തടസ്സം വന്നു. അപ്പോൾ ബ്രേക്ക് പയ്യെ പയ്യെ കാല് വയ്ക്കുക, ചവിട്ടി കുറച്ച് കൊടുത്ത് പയ്യെ മതി. അവൻ പോയിട്ട് പോവാം. അവൻ മാറാൻ നേരം എന്ത് ചെയ്യുക, ബ്രേക്ക് യൂസ് ആയി കൊടുത്ത്. ഓക്കെ, ഇനി പയ്യെ സ്പീഡ് കൊടുത്തു. ഈ സൈഡ് പയ്യെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വിട്ടാ മുകളിലോട്ട്. ഓക്കെ, ഒന്ന് പയ്യെ അങ്ങനെ. ആ, ഇനി ആ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് പയ്യെ റോഡിലോട്ടാണ്. റോഡിലുണ്ട്, ഇനി ഒതുക്കണ്ട. ഓക്കെ, ഇനി അങ്ങോട്ട് പോകണ്ട. കാരണം നമ്മൾ അത്യാവശ്യം റോഡിൽ തന്നെ കിടപ്പുണ്ട്, ഒരുപാട് ഒതുങ്ങി മാറിയിട്ടില്ല. അവന് പോകാൻ വേണ്ടി ഒരു ചെറിയ സ്പേസ് കൊടുത്തതേ ഉള്ളൂ. ഒരു ചേട്ടൻ വരുന്നുണ്ട്, വെള്ളം കൊണ്ട് പയ്യെ പോവുക. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ആ സ്ഥലത്ത് എനിക്ക് ലെവലാക്കി ഒതുക്കി തരണം. ഇപ്പോഴല്ല, പൊക്കോട്ടെ, ഞാൻ പറയുമ്പോൾ കേട്ടോ. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കുക. ഇപ്പം പോകുന്ന കണക്ക് തന്നെ കറക്റ്റായിട്ട് പോവുക. ഇപ്പം പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്ന് കീപ്പ് ചെയ്ത് ഉഴപ്പാതൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് എവിടെ തടസ്സം വരുന്നു അതിനെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം കണ്ട ഇവിടുത്തെ തടസ്സം കഴിഞ്ഞാൽ റെഡ് വണ്ടിയാണ്, മതി, അത്രയും മതിയാവും. കണ്ടോ, അകൽച്ച കിട്ടിയില്ലേ? പിന്നെ കാണുന്ന ഓട്ടോറിക്ഷയാണ്, അതിനൊന്ന് അകൽച്ചെടുക്കുക, കഴിഞ്ഞ്. കണ്ടോ? ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്ത്, വേറൊന്നും അവനെ കണ്ട് ഒതുക്കണ്ട, അങ്ങനെ തന്നെ പോട്ടെ. സ്ലോ ചെയ്ത് കൊടുത്ത് അത് അത്രേ ഉള്ളൂ. കണ്ടോ? ഇനി കാരണം നമുക്ക് റോഡില്ല. അവൻ ഒതുക്കി കൊടുക്കാൻ റോഡുണ്ടോ? നമുക്ക് ഇല്ല. ഒന്ന് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടേ. ഒരു വര മഞ്ഞയും ബ്ലാക്കും വര വരച്ചേക്കുന്നുണ്ടോ? അതിന് തൊട്ട് മുമ്പിലായിട്ട് ലെഫ്റ്റ് ഒതുക്കി ലെവലാക്കി നിർത്തണം. റോഡേ കളിക്കല്ലേ, മുമ്പിലായിട്ട് ഒതുക്കി ലെവലാക്കി നിർത്തണം. ബ്രേക്ക് ലെവലായില്ലാക്ക്. ഓടി പോകുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്ത് വേണം? ഓടി പോകുന്നതിന് മുമ്പേ. ഇപ്പൊ കണ്ട അടുത്തടുത്ത് പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവനെ ലെവലാക്കാൻ നമുക്ക് ഓടി തിരിച്ചു മാറ്റാതെ തിരിച്ച് കുറെ മാറ്റിന് ശേഷം ഒന്ന് വിട്ടു പോയിക്ക്. അപ്പൊ പെട്ടെന്ന് ഇവനോട് മാറി തരും. ഇനി ബ്രേക്ക് ഔട്ടിക്ക്. ഓക്കെ, ഇനി നേരെ വെച്ച് ഇങ്ങനെ ലെവലാക്കാനേ നോക്കാവുള്ളൂ. ഓടി പോകുന്നവര് നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? അടുത്തോണ്ടിരിക്കുക, ഡിസ്റ്റൻസ് കുറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ലെവലാക്കാനുള്ള ചാൻസ് കുറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് എടുത്ത് പോകണം. റൈറ്റ് ഇൻഡിക്കേറ്റർ തടസ്സം നിൽക്കുന്നത് കണ്ട? അടുത്താണോ അകലെയാണോ? അടുത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓടിച്ചെന്ന് മാറ്റാൻ പറ്റുമോ? അത്രയും മതിയാവോ? നോക്കി തിരിച്ചു കൊടുത്തേ. മൊത്തം തിരിച്ചിട്ടില്ലേ? കാരണം വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റാ. അത്രയും നമുക്ക് മാറി കിട്ടണം. അതുകൊണ്ടാണ് അത്രയും തിരിച്ചത്. ഇത്തിരി അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ തിരിച്ചപ്പോ കണ്ട ഈ പോസ്റ്റ് ഇതിലൊക്കെ അകൽച്ചല്ല പോസ്റ്റ് നിന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അകലം തിരിച്ചിട്ടാണ് മാറിപ്പോയത്. ഇത് ശരിക്കും അടുത്ത് നിൽക്കുക അല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ? ഇനി പയ്യെ മിറർ നോക്കിയിട്ട് പയ്യെ ഒന്ന് വിട്ടുകൊടുത്ത്. ഇത് ഇവിടെ നോക്കണം കേട്ടോ. അവിടെ വണ്ടിയൊന്നും ഇല്ലല്ലോ. അത് ഇവിടെ നോക്കണ്ട, മാറി വരുന്നു. അങ്ങനെ നോക്ക്, പയ്യെ അത്രേ ഉള്ളു. ഇനി നിൽക്കട്ടെ, പോവല്ലേ? ഇനി ഓടി റോഡിലോട്ട് പോവല്ലേ? കാരണം വണ്ടി എന്ത് റോഡിലോട്ട് കയറി. ഇനി ഇങ്ങോട്ട് ലെവലാക്കാനേ നോക്കാവുള്ളവനെ. റോഡിൽ കയറി വണ്ടി ഇല്ലേ? ഫ്രണ്ട് കയറിയില്ലേ റോഡിലോട്ട്? ഓക്കെ, ഇനി പയ്യെ വിട്ടുകൊടുത്ത്. ഇത് അത്രേ ഉള്ളു. ഇനി വരുന്നതനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ലെവലാക്കിയാൽ മതി. ഇങ്ങനെ ഓടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ റോഡ് അപ്പുറത്തോട്ട് പോകും നമ്മുടെ വണ്ടി ഓടി. ഇത് പയ്യെ ഇത് കണ്ട ഈ വഴിയിലോട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഈ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്ത് തരണം. ഈ വഴിയിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പാർക്കിംഗ് ഈ റോഡിന്റെ ഏത് സൈഡിലാണ് ഉള്ളത്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഈ സൈഡിന് പാർക്കിംഗ് ലെഫ്റ്റ് സൈഡില്. എവിടെ പാർക്ക്? അങ്ങനല്ല ഉദ്ദേശിച്ചത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഏതാ? ഞാൻ എങ്ങോട്ട് പാർക്ക്? റൈറ്റ് സൈഡില് അല്ലേ? നമുക്ക് പാർക്കിംഗ് നടക്കുന്നത് എവിടെയാ?
റൈറ്റ് സൈഡിലാ. റൈറ്റ് സൈഡിൽ. അപ്പൊ ഈ വണ്ടിയെ സൈഡ് പിടിക്കേണ്ടത് റൈറ്റ് സൈഡിലോട്ടായിരിക്കണം. നമുക്ക് ഏത് സ്ഥലമാണോ പാർക്ക് ചെയ്യേണ്ടത് അങ്ങോട്ടായിരിക്കണം വണ്ടീനെ കൊണ്ടെത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ വണ്ടിയുടെ പാർക്കിംഗ് ഈ സാധനം ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡ് പിടിച്ചാൽ മതി. ഇപ്പൊ പാർക്കിംഗ് നടക്കുന്ന അവിടെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടീനെ ആ സൈഡിലോട്ട് എത്തിച്ചു കൊടുക്കുക. പയ്യെ ഒന്ന് എത്തിച്ചു കൊടുത്തേ. അങ്ങനെ നിർത്തി അവന്റെ പുറകെ കൊണ്ട് നിർത്തിയാൽ മതി. വണ്ടിയുടെ കറക്റ്റ് അവളുടെ പുറകെ നിർത്തിയാൽ മതി. പോയിക്കോട്ടെ അങ്ങനെ പയ്യെ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ബ്രേക്ക് ഔട്ടിക്ക് പാർക്ക് ചെയ്യേണ്ട ആദ്യത്തെ ഒബ്ജക്റ്റ് ഈ മതിലും രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആ മതിലുമാണ്. ഇതിന്റെ രണ്ടിന്റെ നടുക്കല്ലേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ വണ്ടി നിൽക്കേണ്ടത്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിന്റെ അകത്തോട്ട് കയറ്റിടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ കയറ്റിടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുക ഇല്ല. എന്തുകൊണ്ടാ, അത് കഴിഞ്ഞ് അതിന്റെ ഇപ്പുറമാണ് നമ്മൾ നിൽക്കുന്നത്, ഇടാൻ പറ്റൂല്ല. അപ്പൊ ഈ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കണം എന്ത് നിൽക്കേണ്ടത്, നമ്മുടെ വണ്ടി നിൽക്കേണ്ടത്. ഓക്കെ അല്ലേ? വിട്ടുകൊടുത്തു. ധൈര്യമായിട്ട് പയ്യെ പൊക്കോട്ടെ കുഞ്ഞ്. കുറേച്ച മേടിക്കണ്ട. നേരെ വെച്ച് ഇറങ്ങി. ഓക്കെ, ഇത്തിരി കൂടെ മുമ്പോട്ട് പോട്ടെ. ധൈര്യമായിട്ട് ഇത്തിരി കൂടെ പോട്ടെ. ഓക്കെ, നിൽക്കട്ടെ. ഇനി ന്യൂട്രലാക്കി കുഞ്ഞാ മിററിൽ കൂടെ നോക്കി. അത് കഴിഞ്ഞിട്ടല്ലേ നിൽക്കുന്നേ അല്ലേ? ഇനി റിവേഴ്സിലോട്ട് ഇട്ടേ വണ്ടി. 6 ഇങ്ങനെ റിവേഴ്സിലോട്ട് ഇടാൻ നേരം ഇത് കണ്ട, ഈ സ്കൈ ബ്ലൂ ലൈൻ കണ്ട, അതായത് നമ്മുടെ സ്റ്റിയറിങ്ങിനെയാണ് അത് കാണിച്ചേക്കുന്നത്. തിരിച്ചു നോക്കൂ കണ്ട. ഒന്നും കൂടെ ഇഷ്ടമുള്ള സൈഡിലോട്ട് തിരിച്ച്. ഈ ബ്ലൂ ലൈൻ കണ്ട, നമ്മുടെ വണ്ടിയുടെ ബോഡിയാണ്. നമ്മുടെ വണ്ടിയും ഇത് നമ്മുടെ വീല് വളഞ്ഞിരിക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. ഓക്കെയാണ്? സംശയം ഉണ്ടോ? ഇതിപ്പോ ഞാൻ മൊത്തം തിരിച്ച് ഈ ബ്ലൂ ലൈൻ ഇപ്പൊ എന്തിന്റെ നേരെ നിൽക്കുന്നത്, മതിലിന് നേരെ. ഇപ്പൊ ഈ പോക്ക് ഞാൻ വണ്ടീനെ പുറകിലോട്ട് വിട്ടുകൊടുത്താൽ ഈ വണ്ടി എങ്ങോട്ടായിരിക്കും ഓടിച്ചെല്ലുന്നത്, ഈ മതിലിന് നേരെയാണ് സ്റ്റിയറിംഗ് നിൽക്കുന്നത്. അതായത് ഇത് വളഞ്ഞു ചെന്ന് മതിലിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇവനെ തിരിച്ച് മാറ്റി ഇത് ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പൊ കണ്ട മതിലെ ചെറിയൊരു ബെൻഡ് എടുത്താ നിൽക്കുന്നത് അല്ലേ? ഉറപ്പല്ലേ? ഇനി ഒന്ന് പയ്യെ വിട്ടുകൊടുത്ത് നോക്കിക്കോ കുഞ്ഞ്. പൊക്കോട്ടെ. ഇവിടെ എപ്പോ അകൽച്ച വരുന്നു അതനുസരിച്ച് കുഞ്ഞ് അടുപ്പിച്ച് കൊടുത്താൽ മതി. അപ്പൊ കണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഇല്ലേ? ഓക്കെ, നിക്കട്ടെ. ഇപ്പൊ കണ്ട ഡിസ്റ്റൻസ് കിടക്കുന്ന കണ്ടാ, അതൊന്ന് അടുപ്പിച്ച് കൊടുത്തേ. ഇത്തിരി അടുപ്പിച്ച് കൊടുത്തേ. കുറച്ചുകൂടി അടുപ്പിച്ച് സ്വല്പം അടുപ്പിച്ച്. മതി. ഇനി വിട്ടുകൊടുത്തേ കുഞ്ഞ്. അകൽച്ച വീടിനനുസരിച്ച് അടുപ്പിച്ചോണം. അങ്ങനെ അടുപ്പിച്ച് നോക്കൂ. ഓക്കെ അല്ലേ? ഇനി ആ സൈഡ് നോക്കി തട്ടുവോടെ ഇല്ല. ഉറപ്പല്ലേ? തട്ടത്തില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കൺഫേം ആണെങ്കിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ചേക്ക്. ആ സൈഡ് മാക്സിമം നമുക്ക് ചേർത്തിടാൻ വേണ്ടിയാ. ഓക്കെ അല്ലേ? ഇനി ഇവൻ വളഞ്ഞു വരുമ്പം ഈ വഴിക്ക് നേരെ ഈ ബ്ലൂ ലൈൻ കണ്ട, ഈ ബ്ലൂ ലൈൻ നമ്മുടെ വണ്ടിയുടെ ബോഡിയാ. കാരണം വീല് മാക്സിമം തിരിഞ്ഞിരിക്കുക, ഇനി തിരിയത്തില്ല. ഈ ബോഡി ഈ വഴിക്ക് നേരെ എപ്പ വരുന്നോ അപ്പൊ അവിടെ നിർത്തുക, വീല് നേരെ ആക്കുക. ഓക്കെ, പയ്യെ വിട്ടുകൊടുത്തേ. ആ വഴിക്ക് നേരെ വരട്ടെ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ കുഞ്ഞ്. പയ്യെ അങ്ങനെ തന്നെ പോട്ടെ. മതി, നിക്കട്ടോ. മതി, വന്നില്ലേ? ഇനി തിരിച്ചു കൊടുത്തേ. ഇതിന് നേരെ വരും അവൻ. ഇപ്പൊ വീല് നേരെയായി. ഇനി ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിയേ. വണ്ടി കിടക്കുന്ന നോക്കിയേ കുഞ്ഞ്. എന്നിട്ട് വഴി കയറിയില്ലേ? കൺഫേം അല്ലേ? സംശയം ഉണ്ടോ? ഇതിപ്പോ ഒരു രീതിയിൽ പാർക്ക് ചെയ്യുന്നേ, ക്യാമറ ഉള്ള രീതിയിൽ തന്നെ ഈ ഇവനിങ്ങനെ പയ്യെ ബെൻഡാക്കി കൊടുത്തത്. ഇവൻ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത്, ഇവൻ മതിലിന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. കൺഫേം ആണ്. വണ്ടി ഓടിച്ചു വന്ന് എവിടെ തട്ടത്തുള്ളൂ, മതിലിന് നേരെ തട്ടത്തുള്ളൂ. ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഒന്ന് ഡ്രൈവ് ഇട്ട് ഇനി വേറൊരു രീതി കൂടെ കാണിച്ചു തരാം. ഇതിനേക്കാൾ കുറച്ചും കൂടെ സിമ്പിളാ. ഡ്രൈവ് ഇട്ട് ഡ്രൈവ് ഇട്ട് ഇപ്പൊ അങ്ങോട്ട് പോയി കിടന്നില്ലേ, അതേപോലെ തന്നെ ഒന്നും കൂടെ കിടന്നേ അങ്ങോട്ട്.
തിരിക്കില്ല. ഇപ്പഴും തിരിക്കല്ലേ, ഇപ്പൊ തിരിച്ചു മതിൽ കിടക്കുന്ന കണ്ട. ഇത് എപ്പോഴും നമ്മുടെ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ മിറർ പാസ് ചെയ്യുമ്പോൾ റണ്ണിങ്ങിൽ തിരിക്കാം, അല്ലെങ്കിൽ ഷോൾഡർ ലെവൽ ഉണ്ടല്ലോ അത് എത്തിക്കഴിഞ്ഞ് ഫുള്ള് തിരിച്ചോ തട്ടത്തില്ല. പതുക്കെ 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 ചവിട്ടി പിടിക്കണ്ട, വേഗത്തില് ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ മതി. ഓട്ടാ ഓട്ടാ ഇനി ലെവലാക്കി നിക്ക് ലെവലാക്കിയിട്ട് വിട്. ലെവലായി. ഇനി അതിനെ പാസ് ചെയ്ത് ഇത്തിരി കൂടെ മുമ്പോട്ട് പോട്ടാ, ഇത്തിരി കൂടെ പോട്ടാ. ബ്രേക്ക് ഓട്ടിക്ക് പോട്ടാ. ഇനി റിവേഴ്സ് ഇട്ടേ. റിവേഴ്സിൽ കുഞ്ഞിനിത് ഈ മതിൽ കണ്ട ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് ഈ ക്യാമറയുടെ എൻഡിൽ ഇവൻ ബാക്കിലോട്ട് പോകുന്ന ഈ മതിൽ ഇങ്ങോട്ട് കയറി വരും. എപ്പം ഈ മതിൽ കാണാതെ വരുന്നു അപ്പൊ എന്നോട് പറയുക പോട്ടെ, പയ്യെ വിട്ടുകൊടുത്തേ കുഞ്ഞ് അങ്ങനെ തന്നെ പൊക്കോട്ടെ 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 പൊയ്ക്കോട്ടെ. നല്ല രീതിയിൽ കാണാതാണ്. ഇതിപ്പോഴും കണ്ട നിക്കട്ടെ. ഇനി ഫുള്ള് തിരിച്ച് എങ്ങോട്ടാണോ പോകണ്ട അങ്ങോട്ട് മൊത്തം തിരിച്ചു. ഓക്കെ അല്ലേ? ഇനി വിട്ടുകൊടുത്ത് സ്പീഡ് കുറച്ച് പയ്യെ പോയാൽ മതി. പുറകോട്ട് പോകുമ്പോൾ മുന്നോട്ട് ഓടുന്ന പോലെ വലിച്ചോണ്ട് ഓടരുത്. ഓക്കെ. ഇനി ഇതേ ഇവൻ എപ്പോ ബോഡി നേരെ വരുന്നു ആ വഴിക്ക് നേരെ എപ്പോ ഇവൻ നേരെ വരുന്നു അപ്പം നിർത്തുക. ഇത്തിരി കൂടെ സ്ലോ ചെയ്ത് ശകലം കൂടെ മതിയാവും. നേരെ ആയിരിക്കും കുഞ്ഞൊന്ന് മതി. നേരെയാക്കി. ഇനി ഒന്ന് വിട്ടുകൊടുത്ത് നോക്കി. രണ്ട് മെത്തേഡ്. മറ്റേത് പാടാണെങ്കിൽ മറ്റേത് സിമ്പിൾ ആണ്, ഇത് സിമ്പിൾ, അതിനൊക്കെ സിമ്പിൾ ആണ് ഇത്. ക്യാമറയിൽ എപ്പം മറയുന്നു വഴി എടുക്കുക, വഴി ആദ്യത്തെ ഒബ്ജക്റ്റ് കാണുന്ന വഴി ചെയ്താ അത് ക്യാമറയിൽ മറഞ്ഞ അപ്പം നിർത്തുക. പിന്നെ നമ്മള് ഇറക്കിക്കൊണ്ട് വന്നിട്ടാണ് തിരിക്കുന്നെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഇവിടുന്ന് അകൽച്ച കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇവിടുന്ന് മാറുന്നതനുസരിച്ച് അകൽച്ച കിട്ടിക്കൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. മുമ്പോട്ട് എടുത്തിട്ട് തനിയെ എടുക്കാമല്ലോ. പോട്ടെ മുമ്പോട്ട് പോട്ടെ. ഡ്രൈവ് എടുക്കും.